അറിഞ്ഞില്ല, അതവളാണെന്നറിഞ്ഞില്ല. ഭാര്യ ഒരു ബുദ്ധിയില്ലാത്തവളാണെന്നാണ് രമേശൻ വിചാരിച്ചിരുന്നത്. സോഷ്യൽ മീഡിയ എന്നാൽ ചക്കയാണോ മാങ്ങയാണോ എന്നറിയാത്തവളാണ് സ്വഭാര്യ എന്ന് രമേശൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിലാണ് രമേശൻ കഥകളും കവിതകളും എഴുതി തുടങ്ങിയത്. കഥയും കവിതയും എഴുതുന്നവരെ ഭാര്യയ്ക്ക് വെറുപ്പാണ്. അവർ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരുമാണെന്നാണ് രമേശന്റെ ഭാര്യയുടെ പക്ഷം. അതുകൊണ്ട് ഭാര്യ അറിയാതെയാണ് രമേശൻ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയത്. കുറെ നാൾ അത് സുഖകരമായി മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഒരു നാൾ രമേശൻ ഫേസ്ബുക്കിൽ ഒരു കവിത എഴുതി. കുണുങ്ങി നടക്കും പെൺകൊടിയെ കുണ്ടനിടവഴിയിൽ നിന്നൊളിച്ചു നോക്കി ഞാൻ. ഇതായിരുന്നു കവിത. ഉടനെ വന്നു 100 കമാൻഡ്. കുണ്ടോ കുണ്ടാ, നീ കുണ്ടനാണോടാ എന്നൊക്കെയായിരുന്നു കമന്റുകൾ. കുണ്ടനിടവഴിയിലാണ് അവന്മാർ കയറി പിടിച്ചത്. 10 കമന്റ് തികച്ചു കിട്ടാറില്ല തന്റെ കവിതകൾക്ക്. ഇതിപ്പോൾ 100 കമന്റ്, അതും അശ്ലീലം. തനിക്കെതിരെ ആരോ കളിക്കുന്നുണ്ടെന്ന് അന്ന് രമേശന് ഒരു സംശയം തോന്നിയിരുന്നു. ഒരു ദിവസം ഭാര്യ കാണാതെയിരുന്ന് ഭാര്യ ഒരു വിഷക്കട്ട എന്ന നീണ്ട കഥ എഴുതി പോസ്റ്റ് ചെയ്തതിനു ശേഷം ആത്മഹർഷത്തോടെ കിടന്നുറങ്ങി. അമിതമായി മധുരം കഴിച്ചാലും സന്തോഷം വന്നാലും ഉടനെ രമേശന് ഉറക്കം വരും. ഭാര്യയുടെ ക്രൂരതകളെക്കുറിച്ച് സാഹിത്യമൊന്നും കലർത്താതെ പച്ച മലയാളത്തിലാണ് എഴുതി വിട്ടിരിക്കുന്നത്. സമാന മനസ്കർക്ക് ഇത് വലിയ ഇഷ്ടാവും. അതൊക്കെ ഓർത്തപ്പോഴാണ് സന്തോഷം തോന്നിയത്. സുഖകരമായ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ രമേശൻ ആദ്യം തല തടവി നോക്കി. തലയാണ് തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് എന്ന് രമേശൻ കരുതുന്നു. അതുകൊണ്ട് അതവിടെയുണ്ടോ എന്ന് എപ്പോഴും തടവി നോക്കും. തടവി നോക്കിയപ്പോൾ തലയുണ്ട്, പക്ഷെ വേറെ എന്തോ കൂടി ഉണ്ട്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തലയിൽ കൊഴുക്കട്ട പോലുള്ള വലിയൊരു മുഴ. ഇതെങ്ങനെ വന്നു? വാട്ട് ഹാപ്പനിങ് ഹിയർ? രമേശൻ ഒരുപാട് ആലോചിച്ചു. കട്ടിലിൽ തല തട്ടിയതായിരിക്കുമെന്ന നിഗമനത്തിൽ അങ്ങനെ ആകാനേ തരമുള്ളൂ. അന്ന് രമേശൻ എത്തിച്ചേർന്നു. മാൻമിഴിയാളെ നിന്റെ മാരനടുത്തുണ്ടോ, ഞാൻ അറിഞ്ഞോട്ടെ, ചൊല്ലുക ചൊല്ലുക നീ, ചൊല്ലുക ചൊല്ലുക നീ. ഇങ്ങനെയൊരു കവിത ആവർത്തന വിരസതാവൃത്തത്തിൽ എഴുതി പോസ്റ്റ് ചെയ്ത ദിവസമാണ് രമേശനെ ഞെട്ടിച്ചുകൊണ്ട് ഭാര്യ ഇങ്ങനെ ചോദിച്ചത്. ഏവളോടാണ് കെട്ടിയോൻ വീട്ടിലില്ലേ എന്ന് ചോദിച്ചത്? മാപ്പിളക്കാരൻ ഇല്ലാത്ത സമയത്ത് ചെല്ലാൻ ഏതവളാ നിങ്ങളോട് പറഞ്ഞേ? രമേശൻ കാര്യമറിയാതെ പകച്ചു. നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, തെളിച്ചു പറഞ്ഞാൽ ഉപകാരമായിരുന്നു. രമേശൻ വിനയത്തോടെ പറഞ്ഞു. നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിവിട്ട കാര്യമാ പറഞ്ഞേ. ഭർത്താവില്ലാത്ത സമയത്ത് വരാം എന്നാണല്ലോ അതിലെഴുതി വിട്ടതിന്റെ അർത്ഥം. രമേശൻ ഞെട്ടി. താൻ ഫേസ്ബുക്കിൽ കുറിച്ച മാൻമിഴിയാളെ എന്ന കവിത ഭാര്യ കണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ ഇന്ന് തന്റെ ആപ്പീസ് പൂട്ടും. നീ ഇതെങ്ങനെ അറിഞ്ഞു? നീ ഫേസ്ബുക്കിലുണ്ടോ? രമേശൻ വിറയിലോടെ ചോദിച്ചു. ഏയ്, ഞാനതിലൊന്നുമില്ല, കൂട്ടുകാരികൾ പറഞ്ഞതാ. അപ്പോൾ രമേശന് ഒരു കാര്യം മനസ്സിലായി. തന്റെ കുണുങ്ങി നടക്കും പെൺമണി എന്ന കവിതയ്ക്ക് അശ്ലീല കമന്റുകൾ ഇട്ടത് ഭാര്യയുടെ കൂട്ടുകാരികളാണ്. തന്റെ മാൻമിഴിയാളെ എന്ന കവിതയ്ക്ക് അടിയിലുമുണ്ട് വല്ല പണിക്കും പോയി ജീവിക്കടാ എന്ന തരത്തിലുള്ള ഒരു എഴുത്തുകാരന്റെ സർഗശേഷിയുടെ കൂമ്പ് അടപ്പിക്കുന്ന തരം കമന്റുകൾ. എല്ലാത്തിനും പിന്നിൽ ഭാര്യയുടെ കൂട്ടുകാരികൾ തന്നെ. മെയിൽ ഷോവനിസ്റ്റ് എന്നുവരെ അവർ വിളിച്ചിരുന്നു. അതിന്റെ അർത്ഥം എന്താണോ എന്തോ വലിയൊരു തെറിയായിരിക്കാം. തന്നെ നിരീക്ഷിക്കാൻ ഫേസ്ബുക്കിൽ ഇവൾക്ക് ചാരന്മാരുണ്ട്. അത് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇനി അനുഭവിക്കുക തന്നെ. ഇനി മുതൽ ഫേസ്ബുക്കിൽ ഒന്നും എഴുതില്ല എന്ന് സമസ്താപരാധവും പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് രമേശൻ അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. രമേശന് മറ്റൊരു കാര്യം കൂടെ ബോധ്യമായി. തന്റെ തലയിൽ കൊഴുക്കട്ട പോലുള്ള മുഴ വന്നത് കട്ടിലിൽ ഇടിച്ചതുകൊണ്ടല്ല. ഭാര്യ ഒരു വിഷക്കട്ട എന്ന നീണ്ട കഥയാണ് തന്റെ തലയിൽ കൊഴുക്കട്ട സൃഷ്ടിച്ചത്. ചിരവാത്തടി കൊണ്ടാണോ അതോ ഉലക്ക് കൊണ്ടാണോ അടിച്ചത് എന്ന കാര്യം മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ. അതിനുശേഷം രമേശൻ എഴുത്തു നിർത്തി. ജീവൻ പണയം വച്ച് എഴുതിയിട്ട് എന്ത് കിട്ടാനാ? ഇനി ഈ പരിപാടി വേണ്ട. ഭാര്യയുടെ മുന്നിൽ ഒരു നല്ല കുട്ടിയായി ജീവിക്കാം. അതാണ് തുടർന്ന് ജീവനോടെ ജീവിക്കുന്നതിന് അഭികാമ്യം. പക്ഷേ ഫേസ്ബുക്കിൽ എത്രയെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കും. വെറുതെ ഇരുന്നാൽ തുരുമ്പെടുത്തു പോകില്ലേ? അപ്പോഴാണ് അതിൽ ഇൻബോക്സ് എന്നൊരു കാര്യമുള്ളത് രമേശന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പച്ച ലൈറ്റുകൾ കത്തിത്തെളിഞ്ഞു കിടക്കുന്ന വർണ്ണാഭമായ ഒരു ലോകമായിരുന്നു അത്. അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റൂമുകളുണ്ട്. ആണുങ്ങളെ രമേശൻ ശ്രദ്ധിച്ചില്ല. അവരെ വല്ല പെണ്ണുങ്ങളും ശ്രദ്ധിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ആണുങ്ങളോട് സംസാരിച്ചിട്ട് ബൗദ്ധികപരമായി എന്ത് കിട്ടാനാണ്? സംസാരിക്കുന്നെങ്കിൽ പെണ്ണുങ്ങളോട് തന്നെ സംസാരിക്കണം. ഇൻബോക്സിൽ സംസാരിക്കുന്നതിനെ ചാറ്റിംഗ് എന്നാണത്രേ പറയാറ്. ഇനി ചാറ്റിങ്ങിലാണ് തന്റെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ് രമേശൻ ചാറ്റിങ്ങിലേക്ക് തിരിഞ്ഞു. പല ഇൻബോക്സിലും ചെന്ന് രമേശൻ തട്ടി നോക്കി. സ്ത്രീകളുടെയാണ് കേട്ടോ. പല പെണ്ണുങ്ങൾക്കും ഹായ് വിട്ടു. ചിലരെ മോളെ എന്ന് വിളിച്ചു നോക്കി. ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയച്ചു. ഫുഡ് കഴിച്ചോ എന്നും ഏത് ഡ്രസ്സാണെന്നുമൊക്കെ ചോദിച്ചു. കാശിന് വല്ല അത്യാവശ്യവുമുണ്ടോ എന്നുവരെ ചോദിച്ചു. ബട്ട് ഞെട്ടിക്കുന്നതായിരുന്നു പ്രതികരണങ്ങൾ. ചിലർ തെറി വിളിച്ചു, ചിലർ ബ്ലോക്ക് ചെയ്തു,
ചിലർ അൺഫ്രണ്ട് ചെയ്തു പോയി. പക്ഷേ രമേശൻ തളർന്നില്ല. പരിശ്രമിക്കാൻ വിജയിക്കും, മുട്ടുവീൺ തുറക്കപ്പെടും എന്നൊക്കെയാണല്ലോ മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്. അവസാനം ഒരെണ്ണം കൊത്തി. ഒരു അഞ്ജു നായർ രമേശനെ തെറിയും വിളിച്ചില്ല, ബ്ലോക്കും ചെയ്തില്ല. രമേശന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് അവൾ രമേശന്റെ ഹായ്ക്ക് തിരിച്ചൊരു ഹോയ് അയച്ചു. രമേശൻ ഫോമിലായി. ചാറ്റിംഗ് കസറി, ചാറ്റിങ്ങോട് ചാറ്റിംഗ്. രമേശന് ഭയക്കാനൊന്നുമില്ലായിരുന്നു. ചാറ്റു ചെയ്യുന്നത് ഭാര്യയുടെ കൂട്ടുകാർ അറിയില്ലല്ലോ. ചാറ്റിംഗ് കഴിഞ്ഞിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇൻബോക്സ് കഴുകി തുടച്ചിട്ടാൽ ഭാര്യയും അറിയാൻ പോകുന്നില്ല. അഞ്ജു നായർ രമേശനെ കുട്ട എന്ന് വിളിക്കും. രമേശൻ അവളെ കുഞ്ഞോളെ എന്നാണ് വിളിക്കുന്നത്. തന്റെ ഭാര്യ തന്നോട് കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് രമേശൻ അഞ്ജു നായരോട് വാതോരാതെ പറഞ്ഞു. തന്റെ ഭർത്താവ് ഒരു മരമണ്ടനാണെന്ന് അഞ്ജു നായരും വെളിപ്പെടുത്തി. തുല്യ ദുഃഖിതരായ നമ്മളെ ദൈവമാണ് കൂട്ടിമുട്ടിച്ചതെന്ന് രമേശൻ ചൂണ്ടിക്കാട്ടി. ചാറ്റിംഗ് തുടരവേ രമേശൻ അഞ്ജു നായരുമായി പിരിയാനാകാത്ത വിധം അടുത്തു. നീ അകന്നുപോയാൽ ഞാൻ ചത്തിടും നിശ്ചയം. ഇவ்விധമുള്ള കവിതാശകലങ്ങൾ രമേശൻ അഞ്ജു നായർക്ക് അയച്ചു കൊടുത്തു. ഒരു ദിവസം രമേശൻ അഞ്ജുവിനോട് ഐ ലവ് യു പറഞ്ഞു. രമേശനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ യെസ്സും പറഞ്ഞു. പിന്നെ ചാറ്റിങ്ങിന്റെ രീതി തന്നെ മാറിപ്പോയി. ഒരു ദിവസം 100 ഉമ്മകൾ വരെ രമേശൻ അഞ്ജുവിന് അയക്കുമായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഒളിച്ചോടി എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന തീരുമാനത്തിൽ രമേശനും അഞ്ജുവും എത്തിച്ചേർന്നത്. ഇന്ന് 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാം എന്നാണ് അഞ്ജുവിന് കൊടുത്ത വാക്ക്. രമേശൻ അതിരാവിലെ ഭാര്യ ഉണരുന്നതിന് മുമ്പ് തന്നെ എണീറ്റ് പതിവില്ലാതെ കുളിച്ചു. ഭാര്യ ഉറക്കമുണരുന്നതിന് മുമ്പേ ഇവിടുന്ന് സ്ഥലം വിടണം. ഒരു ബാഗിൽ സർട്ടിഫിക്കറ്റുകളും കുറച്ച് അണ്ടർവെയറുകളും എടുത്തു. അണിഞ്ഞൊരുങ്ങി ബാഗുമെടുത്ത് ശബ്ദമുണ്ടാക്കാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പുറകിൽ ഒരു ശബ്ദം. ഒളിച്ചോടാൻ പോവുകയല്ലേ? രമേശൻ മിന്നൽ പിളർ ഏറ്റതുപോലെ വെട്ടിവിറച്ച് മരവിച്ചു നിന്നു. ഭാര്യ, ദൈവമേ, ഇവൾ എപ്പോ ഉണർന്നു? അഞ്ജുവുമായി ചാറ്റ് ചെയ്ത് ഉറപ്പിച്ച കാര്യം ഇവൾ എങ്ങനെ അറിഞ്ഞു? ഭാര്യ തുടർന്ന് പറഞ്ഞതാണ് രമേശനെ ചാരുകസേരയിലേക്ക് മലർന്നടിച്ച് വീഴിപ്പിച്ചത്. കുട്ടാ, കുഞ്ഞോൾ ഇപ്പം വരാൻ കേട്ടോ. അത് പറഞ്ഞ് ഭാര്യ അടുക്കളയിലേക്ക് പോയി. രമേശന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഫേസ്ബുക്ക് എന്താണെന്നറിയാത്ത മന്ദബുദ്ധിയാണ് ഭാര്യ എന്ന് വിചാരിച്ചത് വെറുതെ. ഇവൾ തനിക്ക് മുമ്പേ ഫേസ്ബുക്ക് കണ്ടവളാണ്. ദൈവമേ, താൻ എന്തൊരു മണ്ടനാണ്. ഇവളാണ് അഞ്ജു നായർ എന്ന പേരിൽ വന്ന് തന്നോട് ചാറ്റ് ചെയ്തത്. ഓഹ് മൈ ഗോഡ്, തൊലഞ്ഞു. ഭാര്യ അടുക്കളയിൽ നിന്ന് ഇപ്പോൾ വരും. താൻ അയച്ച ചാറ്റുകൾ കാട്ടിയായിരിക്കും ഇനി മർദ്ദനം. ചിരവയാണോ ഉലക്കയാണോ അതോ വെട്ടുകത്തിയാണോ അവളുടെ കയ്യിലുണ്ടാവുക? ഉടനെ സംഭവിക്കാൻ പോകുന്ന മരണത്തെയും പ്രതീക്ഷിച്ച് രമേശൻ ചാരുകസേരയിൽ മലർന്നങ്ങനെ കിടന്നു.